ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ടോപ്പിക്കാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ടോപ്പിക്. ആരും ഈമ്പിപ്പോകും, പെനി ഐസ് ക്യാൻഡി. ഈ ഒരു ബിൽ ബോർഡ് നിങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ഒരുപാട് റീൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് റീൽസ് ഇത് ഇറങ്ങുന്നുണ്ട്. ഇത് കുറച്ച് നാൾക്ക് മുമ്പുള്ളതാണ്. ഇവന്മാർ ഇപ്പം പുതിയൊരു ബിൽ ബോർഡും കൂടെ ഇറക്കി. ഇതാണ് അത്. വാട്ട് ഈസ് ഇൻസൈഡ് യുവർ പെനി ഐസ്? താഴെ പാലും ബട്ടറും എന്നും പറഞ്ഞിട്ട് ഒരു അപ്പൂപ്പൻ സാധനവും പിടിച്ചോട്ട് നിൽക്കുന്നതാണ് പുതിയ ഈ ഒരു ഐറ്റം. എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ളത് പറയാം. ആദ്യത്തെ ഈ ബിൽ ബോർഡ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായ സാധനമാണ്. പ്രമുഖ വാർത്താ ചാനലുകൾ വരെ ന്യൂസ് ആക്കിയ ഐറ്റമാണ്. ആരും ഈമ്പിപ്പോകും. ഒരുത്തൻ ഈ സാധനം ഊറിക്കൊണ്ടിരിക്കുന്നു, ആരും ഈമ്പിപ്പോകും എന്നാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ. താഴെ പെനി ഐസ് ക്യാൻഡി. ഈ പെനി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് തന്നെ ഒരുപാട് ആളുകളിലോട്ട് എത്താൻ സഹായിച്ച ഒരു ബിൽ ബോർഡാണിത്. കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്തുക. കാര്യം കുറച്ച് വാക്കുകൾ വരുന്നുണ്ട്, അത് മുതിർന്നവർ മാത്രം കേട്ടാൽ മതി. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മാറ്റി നിർത്തുക. എന്തുകൊണ്ട് ഈ ഒരു സാധനം ട്രെൻഡായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ആരും ഊമ്പിപ്പോകും. ഇതാണ് കമ്പനിക്കാർ ഉദ്ദേശിച്ചത്. ഇങ്ങനൊരു സാധനം കണ്ട സമയത്ത് ആളുകൾ ഇതിന്റെ ഫോട്ടോ എടുക്കുന്നു, റീൽസ് എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, വൈറലാവുന്നു. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു ബിൽ ബോർഡ്, ഒരു പരസ്യം വെച്ച സാധനം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലാവുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ. പുറത്തൊക്കെ നമ്മൾ കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല കിടിലം ബിൽ ബോർഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിലും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലെ ഈ ഒരു നെഗറ്റീവ്, ഇതിനകത്തൊരു നെഗറ്റീവ് സാധനമുണ്ട്, ഒരു തെറി കിടപ്പുണ്ട്. ആരും ഊമ്പിപ്പോകും എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനം വൈറലായത്. അങ്ങനെ ബ്രാൻഡ് എല്ലാവരും അറിഞ്ഞു. സീറോ കോസ്റ്റിൽ ഇവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടന്നു. സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളുമാണ് ഓരോ കമ്പനികൾ ചെലവാക്കുന്നത്. ഇത് ഇവരുടെ സീറോ കോസ്റ്റ് നടന്നു. ബിൽ ബോർഡിന്റെ പൈസ മാത്രമേ ആയുള്ളൂ. ഇത് നാട്ടുകാർ മൊത്തം കാണുന്നതാണ്, കുട്ടികൾ കാണുന്നതാണ്, പ്രായം ഇല്ലാതെ എല്ലാവരും കാണുന്ന ഒരു സാധനമാണിത്. എന്തുകൊണ്ട് ഈ സീറോ കോസ്റ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി സാധനം തന്നെ. ആദ്യത്തെ ബിൽ ബോർഡ് ആയതുകൊണ്ട് ഇതങ്ങ് ചിരിച്ചു വിട്ട ആളുകൾ. ഓക്കെ, ക്രിയേറ്റിവിറ്റി, ആരും ചിരിച്ചങ്ങ് വിട്ട്. പക്ഷെ ഇപ്പൊ അവര് രണ്ടാമത്തെ ബിൽ ബോർഡായിട്ട് വന്നു. ഞാൻ ആദ്യം കാണിച്ചത് ഇതാണ്. പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഇൻസൈഡ് യുവർ പെനി ഐസ്? പെനി ഐസ്, പെനി ഐസ്. ഓക്കെ, പെനിയുടെ അപ്പുറത്ത് ഒരു എസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവന്മാർ ഉദ്ദേശിച്ചത് എന്താണെന്ന് കിട്ടും. ഡേർട്ടി മൈൻഡ് ആണെന്ന് കരുതിക്കോ, അത് തന്നെയാണ് അവന്മാർ ഉദ്ദേശിച്ചത്. അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നു പാലും ബട്ടറും. ഓക്കെ, ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് കവി, ഈ പടച്ചു വിട്ടവൻ, ഈ ബിൽ ബോർഡ് പടച്ചു വിട്ടവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഡബിൾ മീനിങ്, പക്കാ ഡബിൾ മീനിങ് തന്നെ. ഇതിന്റെ ഉദ്ദേശം എന്തുവാ? ആദ്യത്തെ ബിൽ ബോർഡ് വൈറലായതുപോലെ ഇതും ആളുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീലുണ്ടാക്കി വൈറലാക്കി അവന്മാർക്ക് സീറോ കോസ്റ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കണം. ഇതാണ് ഉദ്ദേശം. ആദ്യത്തെ എങ്ങനെയാണോ വൈറലായത് അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് വരുന്നു. പെനി ഐസ് ക്യാൻഡി എന്ന് വെറുതെ ഒന്ന് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം പല ആൾക്കാരും ഷെയർ ചെയ്തേക്കുന്നു, റീൽ ഉണ്ടാക്കിയേക്കുന്നു, ഫോട്ടോ എടുത്തേക്കുന്നു. ഈ സാധനങ്ങളാണ് വരുന്നത്. കണ്ടില്ലേ? അവന്മാർ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട്. ഇനി ഞാനിത് എന്തുകൊണ്ട് എടുത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ്. നമ്മൾ സാധാരണ ഒമർ ലുലുവിനെ പോലുള്ള ആളുകളുടെ സിനിമകളിലൊക്കെയാണ് ഡബിൾ മീനിങ് വന്നത്. അതും പൈസ കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്പേസിലൊക്കെ ഇരുന്നിട്ടായിരുന്നു കാണുന്നത്. ഇത് പബ്ലിക്കായിട്ട് കൊണ്ടുപോയി ബോർഡിനകത്ത് പണിത് വെച്ചേക്കാണ് ഡബിൾ മീനിങ് സാധനം. ഇതിനെ എങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റും? ഇമാതിരി ഐസും ക്യാൻഡിയും ഒക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആരാണ്? അട്രാക്ട് ചെയ്യുന്നത് ആരെയാണ്? കുട്ടികളെയാണ്. ഇതൊക്കെ കണ്ടിട്ടാണോ നമ്മുടെ കുട്ടികൾ വളരേണ്ടത്? ഇമാതിരി പരസ്യം കണ്ടിട്ടാണോ? ഒരു പ്രായം എത്തി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്കും മനസ്സിലാവും എന്താണിതെന്ന്. ആൻഡ് അത് മാറ്റി നിർത്ത്, വേറൊരു രീതി ചിന്തിക്കൂ. ഇതിന്റെ സാധ്യത, ഇതിന് നല്ല സാധ്യത ഉണ്ട്. നെഗറ്റിവിറ്റി ഉണ്ടായിട്ട് പെട്ടെന്നാണ് സ്പ്രെഡ് ആവുന്നത്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള കമ്പനിക്കാരും ഇതുപോലെ ബിൽ ബോർഡ് വെക്കുന്ന സമയത്ത് ഈ ഡബിൾ മീനിങ് ആയിട്ടും ഈ സെക്സ് ജോക്ക് പോലത്തുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിന്റെ സൈഡുകൾ മൊത്തം ഇതുപോലുള്ള ഡബിൾ മീനിങ് സാധനം കൊണ്ട് നിറയും. അത് ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന കോണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ്, ഈവൻ നിങ്ങളുടെ ഏജ് പോലും നോക്കിയിട്ടാണ് ആ ഒരു ആഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു നട റോഡ് ഈ സാധനം വെക്കുന്ന സമയത്ത് അവിടെ ഏജ് കാറ്റഗറിയോ ഒന്നുമില്ല, ആരിലോട്ട് വേണമെങ്കിലും അത് എത്താം. ഇതിന്റെ മുതലാളിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യം, 1997 തുടങ്ങിയ ഒരു ബ്രാൻഡാണ് ഈ പെനി എന്ന് പറയുന്നത്. 97 പുള്ളിയുടെ അച്ഛൻ തുടങ്ങിയതാണ് കോട്ടയത്ത്. പണ്ടത്തെ ഐസ് വണ്ടി ഉണ്ടല്ലോ, അങ്ങനെ തുടങ്ങിയ ബ്രാൻഡാണ് അത്. പിന്നെ മകൻ വളർന്ന സമയത്ത് പുള്ളി അത് ഏറ്റെടുത്തിട്ട് ഇത് നല്ല രീതിയിൽ വലിയൊരു ബ്രാൻഡാക്കി മാറ്റി. ഇപ്പോൾ ഒരുപാട് ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ ഉണ്ട്. 300-ലധികം ആളുകൾ ഇവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഔട്ട്ലെറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഈ പെനി എന്ന് പറയുന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് പുള്ളി പറയുന്നുണ്ട്. ആ ഭാഗം ഞാനൊന്ന് വെക്കാം. അവരുടെ ഒരു ബിസിനസ് ആയിരുന്നു. അതെ, അത് പിന്നെ വളരെ സുരക്ഷിതമായ കാര്യങ്ങളിലേക്ക് പയ്യെ ഏൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഈ പെനി എന്ന് പറയുന്ന പേര് വെച്ചാൽ നമ്മൾ ഓരോ പേരിടുമ്പോൾ ഓരോ കാരണങ്ങൾ ഉണ്ടാവും. പെനിയുടെ റീസൺ എന്തായിരുന്നു? പെനി എന്ന് പറഞ്ഞ പേര് എവിടെ നിന്ന് കിട്ടിയതാ? പെനി എന്ന് പറയുന്നത് ഒരു ബൈബിളിന്റെ നെയിമാണ്, പെനിനായും ഹന്നായും. അപ്പൊ അതിന്റെ അകത്തുനിന്നുള്ള ചേച്ചിയുടെ പേരാണ് പെനിന എന്ന് പറയുന്ന പേര്. അതിൽ നിന്നാണ് പെനി എന്നുള്ളത് ഷോർട്ട് വരുന്നത്. അത് പെനിന ഐസ് പ്ലാന്റ് എന്ന് എഴുതാൻ മേലാത്തത് കൊണ്ട്
ബോക്സിൽ എഴുതി വരുമ്പോഴത്തേക്കിന് അതിൽ പെനി ഐസ് പ്ലാന്റ് എന്നുള്ള എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെനി ഐസ് പ്ലാന്റ് എന്നുള്ളത് എഴുത്തുകാരനാണത് പെനി ഐസ് പ്ലാന്റ് എന്നാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ബൈബിളിനകത്തുനിന്ന് ഒരു പേരിനകത്ത് നിന്ന് എടുത്ത പേരാണ് ഈ പെനി എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആടിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബൈബിളിനെ കൂടെ പറയിപ്പിക്കുക തരത്തിലുള്ള പരിപാടിയാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ABC മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ ആട് ഉണ്ടാക്കി വിട്ട, ഈ ആട് പടച്ചു വിട്ട പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഉള്ള ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പ്. അതിനകത്ത് ഈ സാധനം വന്ന വഴി പറയുന്നുണ്ട്. അതൊന്ന് ഞാൻ വെക്കാം. ആദ്യത്തെ ആട് അത് വന്ന വഴി. ഇത് ഞങ്ങളുടെ ഡിസ്കഷൻ കുഞ്ഞുസുട്ടിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴും എൻ്റെ ഡയറിയിലുണ്ട്. ഞാൻ ആദ്യമേ എഴുതിയ ടാഗ് ലൈൻ ഇതായിരുന്നു, ആരും ഈമ്പി പോകും. അത് ശരിക്കും ഈമ്പി എന്നല്ല, മറ്റേ രീതി തന്നെയാണ് എഴുതിയത്. കേട്ടല്ലോ, അണ്ണൻ തന്നെ സമ്മതിക്കുന്നു ആരും ഊമ്പി പോകുമെന്നാണെന്ന് എഴുതി വെച്ചത്. പരസ്യം ചെയ്താൽ കൊടുത്തവന്റെ പ്രോഡക്റ്റിനെ പറ്റി ആദ്യം എഴുതുന്ന വാക്ക് ഇത് കഴിച്ചാൽ ആരും ഊമ്പിപ്പോകും. ഇങ്ങനെയാണ് തുടങ്ങിയത്. കൊള്ളാം, ബാക്കി കേൾക്കൂ. പക്ഷേ അതിൻ്റെ മേളിൽ നമ്മൾ റിഫൈൻ ചെയ്ത് അതുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ഒരു കീവേഡ് കണ്ടുപിടിക്കലായിരുന്നു അതിന്റെ ചലഞ്ച്. അത് ഞങ്ങള് വല്ലാത്ത ഒരു ടാസ്ക്കാണ് അണ്ണ, വല്ലാത്ത ഒരു ടാസ്ക്കാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു പച്ചത്തറിയിൽ നിന്ന് ഒരു പച്ച മലയാളത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പച്ചത്തറി എഴുതി വെച്ചിട്ടാണോ തുടങ്ങുന്നത് ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്? കളക്റ്റീവ്ലി നമ്മുടെ ടീം എടുക്കുന്ന എഫേർട്ടാണ്. ഞങ്ങളുടെ സീനിയർ ക്രിയേറ്റീവ് പേഴ്സൺ ഉണ്ട്, ശരത്. അപ്പോൾ ശരത്താണ് അതിലേക്ക് ആ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. ശരത്ത് ഒരു കില്ലാടി തന്നെ. അവനാ ഊമ്പി എന്നുള്ളത് ഈമ്പിന്നാക്കിയല്ലോ ശരത്തെ. നമ്മുടെ ചിന്താഗതിയും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പയിൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. മുമ്പ് ചോദിച്ച പോലെ ആദ്യം ഇതിലേക്ക് അതാണ് ഒരു ടീം വർക്കാണ്, ഒരു കളക്റ്റീവ് ടീം വർക്കാണ്. എന്തിനാണ് ടീം വർക്ക് എടുത്തത്? ഊമ്പിക്ക് പകരം മറ്റൊരു വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടീം വർക്കാണ്, ഭയങ്കര ടീം വർക്ക്. ഇനി ഈ ഈമ്പി എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അണ്ണം പറയുന്നുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് കേക്ക്. ഞങ്ങളാണത് വെച്ചത്, ഉദ്ദേശിച്ചതും അങ്ങനെ തന്നെയാണ്. ഈമ്പി പോയി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുഞ്ഞു കുട്ടികളുള്ള ഒരു വീട്ടിലറിയാം, അതിന്റെ കൈ എപ്പോഴും ഇത് വായി വെച്ചോണ്ടിരിക്കും. അപ്പൊ അതിന് കൈ ഈമ്പുക എന്ന് തന്നെയാണ് പറയുന്ന ആൾക്കാർ, അല്ലാതെ ഇതിന് വേറെ വല്ലതും പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെയും സീരിയസ്ലി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വാക്ക് കേട്ടത്. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് ഇങ്ങനെ അറിയത്തില്ലായിരുന്നു, ഇങ്ങനൊരു വാക്കുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈമ്പുക, മനസ്സിലായ? ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സംഭാവന ചെയ്ത വാക്കാണെന്നാണ്. വളരെ എന്നാ പറയുക, ട്രഡീഷണൽ ആയിട്ട് കേരളത്തിന്റെ പൈതൃകമായിട്ട് കേരളത്തിൽ എവരി 30-35 കിലോമീറ്റർ മാറുമ്പോൾ ഭാഷകൾ, സ്ലാങ്ങുകൾ ഇതെല്ലാം മാറുന്ന, രുചികളടക്കം മാറുന്ന നമ്മുടെ തനതായ ഒരു പൈതൃകത്തിൽ നമ്മുടെ പൂർവികന്മാര് സംസാരിച്ച് വന്നിരുന്ന അതേ ഭാഷ. അതെ, ഇത് നമ്മുടെ പൂർവികന്മാര് സംസാരിക്കുന്ന സമയത്ത് അവര് പോലും ഉദ്ദേശിച്ചിട്ട് കാണൂല അണ്ണന്മാരിങ്ങനെ വന്നിരുന്ന് പൂർവികന്മാരുടെ വാക്കിനെ ഈമ്പിക്കുമെന്ന്. ആരും ഈമ്പി ഭാഗം കള. കാലത്തിനനുസരിച്ച് പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ആൾക്കാർ അതിനെ പല ലെവലിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു ഐസ്ക്രീം, അതും ഐസ് ക്യാൻഡി, അതൊരു സ്റ്റിക്കിൽ വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ വായിൽ വെച്ച് കഴിക്കണ ഒരു സാധനത്തിനെ അങ്ങനെ അല്ലാതെ നമ്മളുടെ ഒരു ഭാഷയിൽ ഏറ്റവും കണക്ട് ആവുന്ന ഒരു രീതി നോക്കിയാൽ അതിനപ്പുറത്ത് വേറൊരു വാക്കില്ല. ആ വാക്ക് വേറൊരു ബ്രാൻഡിനോ ഒരു പ്രോഡക്റ്റിനോ ചേർത്തുമില്ല. ഐസ്ക്രീം നുണയാന്നൊക്കെ നമുക്ക് പറയാമല്ലോ. ഐസ്ക്രീം നുണയാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ റീൽ എടുക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് സാധനം കിട്ടത്തില്ലല്ലോ. ആരും നുണഞ്ഞു പോകും. എന്താണ് പറ്റൂലേ? ആരും നുണഞ്ഞു പോകും, പറ്റൂല. അതൊന്നും സിമ്പിള്. അത് നെഗറ്റീവ് സാധനം കിട്ടൂല, പബ്ലിസിറ്റി കിട്ടൂല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഫോട്ടോ എടുക്കത്തോളൂ, പോസ്റ്റ് എടുത്തോളൂ. ഇപ്പോഴത്തേനകത്ത് നിങ്ങളുടെ പെനി ഐസിനകത്ത് എന്താണുള്ളത്? പാലും ബട്ടറും. അതിന്റെ അകത്തെ ഡബിൾ മീനിങ് ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറഞ്ഞ ഭയങ്കര ക്രിയേറ്റീവ് ടീമാണ് അണ്ണൻ്റെത്. നിങ്ങൾക്ക് പറയാം, അത് സ്കൂപ്പിനകത്ത് സ്പൂണിൽ വായി വെക്കുമ്പോൾ അത് നുണയലായി. നിങ്ങളൊരു സ്റ്റിക്കിൽ വെച്ചിട്ട് വായിൽ വെച്ചിട്ട് അതിനെ സക്ക് ചെയ്യാന്ന് പറയും, അല്ലെ ലിക്ക് ചെയ്യാന്ന് പറയും. ഇതിന്റെ രണ്ട് അർത്ഥം എടുത്തു നോക്കിയാലും അതിനെ ഈമ്പുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അതിനോട് അതെ ഏറ്റവും യോജിക്കുന്ന വാക്കതാണ്. അണ്ണന്റെ അടുത്ത ബിൽബോർഡിന്റെ വാക്യം ആൻഡ് പരസ്യം ഞാൻ വേണേ പറഞ്ഞുതരാം അണ്ണ. ഇതിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഒരു ഐസ് ക്യാൻഡി ഇങ്ങനെ നിൽക്കുന്നു, അതിന് കണ്ണും മൂക്കും ഒക്കെ ഉണ്ട്, കൈയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ദൂരെ മാറി ഇരുന്നിട്ട് നിങ്ങളുടെ ബിൽബോർഡിന്റെ മറ്റേ സൈഡിലായിട്ട് ഒരു വ്യക്തി നിൽക്കുന്നു. ഒരു ഇച്ചിരി ക്യൂട്ടായിട്ടുള്ള ഒരു കൊറിയൻ ടൈപ്പ്, ഒരു ഓമനത്വമുള്ള മുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നല്ലത്. എന്നിട്ട് ഐസ് ക്യാൻഡി അവനെ നോക്കിയിട്ട് സംസാരിക്കുന്ന പോലെ മേളിൽ ഇങ്ങനെ എഴുതി വെക്കണം, സക്ക് മീ ബേബി. ഇത്രയും മതി. ആളെടുത്ത് ഐസ് ക്യാൻഡി വന്ന് പറയാണ് എന്നെ എടുത്ത് സക്ക് ചെയ്യൂന്ന്. ചിലപ്പോൾ നല്ല വൈറലാകും. അണ്ണൻ്റെ അത്രയും ഒരു മുത്തച്ചിപ്പ് ലെവലിലൂടെ ചിന്തിക്കാനുള്ള ശേഷി നമുക്കില്ലെങ്കിലും ഏതാണ്ട് ഇതുപോലൊക്കെ അണ്ണൻ പറ്റുമായിരിക്കും. ഇതൊന്ന് ചിലപ്പോൾ ഒന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് റിഫൈൻ ചെയ്ത് നിങ്ങൾ ടീമെല്ലാം കൂടി ഇരുന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു ത്രെഡ് കിട്ടും. ചിലപ്പോൾ ഇത് ഒന്നാം തരം ഡബിൾ മീനിങ് ഐറ്റംസ് ഒക്കെ കിട്ടും. ഒന്ന് റിഫൈൻ ചെയ്തെടുത്താൽ മതി. ഇതിന് വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ടീം വർക്കിന്റെ ആവശ്യമൊന്നുമില്ല.
ഇമാതിരി അപരാധങ്ങൾ പഠിച്ച് പടച്ചു വിടാൻ വേണ്ടിയിട്ട്. അന്നേരം അണ്ണന്റെ ടീമിലുള്ള ആൾക്കാർ എന്ത് മറ്റേ ഒമർ ലുലുവിനെ നിങ്ങളുടെ ടീമായിരുന്നോ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊടുക്കുന്നത്? ഇമാതിരി ഡബിൾ മീനിങ് ഐറ്റംസ് ഉണ്ടായിട്ട് ചോദിച്ചു കേട്ടോ. വല്ലാത്ത ഒരു ടീം വർക്ക് തന്നെ. ഈ തരത്തിലുള്ള അപരാധങ്ങൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരുന്നു മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നടുറോടി ഇറങ്ങുമ്പോഴും ഇത് തന്നെ നമ്മൾ കാണണമെന്നുള്ളതാണ്. ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് ഇപ്പം ഒന്ന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ പലതും ഇറക്കും. നമ്മുടെ കേരളത്തിലെ ബിൽബോർഡ് പിന്നെ തുണ്ട് കൊണ്ട് നിറയുമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇതിന്റെ സാധ്യതകൾ ഭയങ്കരമാണെന്ന് മാർക്കറ്റിംഗ് ടീമിന് മനസ്സിലായി. ഇവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണല്ലോ രണ്ടാമത്തതും അതിനേക്കാളും ഡബിൾ മീനിങ് ആയിട്ട് ഇറക്കിയേക്കുന്നത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി ഇമാതിരി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് എടുത്ത് റീലാക്കി യുവമാർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ നിൽക്കുക. ഒരു റീല് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് അത് വൈറലായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പേരിൽ ഇവന്മാർക്ക് ലാഭം ഉണ്ടാവുന്നത്. ആ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇമ്മാതിരി കന്നന്തിരിവ് പടച്ചു വിടുന്നത്. ഇനിയും ഇത് വൈറലാവുന്നിടത്തോളം കാലം ഇനിയും ഇത് ഇറക്കും, വേറെ ബ്രാൻഡുകൾ ഇറക്കും. ഈവൻ ഇഫ് ഈ ഒരു വീഡിയോ പോലും ഇവർക്ക് പബ്ലിസിറ്റിയാണ്, എനിക്കറിയാം. പക്ഷെ ഇതെനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ഒപ്പീനിയനോട് യോജിക്കാത്ത പല ആൾക്കാരും ഉണ്ടാവും, യോജിക്കുന്ന ആൾക്കാരുണ്ടാവും. വാട്ട് എവർ, എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നും പറയുന്നില്ല. അപ്പം ശരി.